അയ്യോ പോലെ പോലെ എന്താ രാവിലെ എണീച്ച് ഫ്രഷ് ആവാതെ അടുക്കളയിലെ ഭാഗത്ത് പോലും പോവല്ലേ. ഞാൻ ഫ്രഷ് ആയി ചേട്ടാ. അത് നോർമൽ ഫ്രഷ്, ഇത് സ്പെഷ്യൽ ഫ്രഷ്. അത് കഴിയാതെ ഇവിടുത്തെ അടുക്കളയിൽ പോലും കയറാൻ പറ്റൂല. സ്പെഷ്യൽ ഫ്രഷാ? അതെന്തോന്നും? അതായത് രാവിലെ എണീറ്റ് ഭർത്താവിൻ്റെ കാലിൽ തൊട്ട് തൊഴുത് എണ്ണ തേച്ച് കുളിച്ച് പൂജാമുറി കയറി വിളക്ക് കത്തിച്ച് നെറ്റിയിൽ ബസ്ഫോൺ തൊട്ട് നമസ്കരിച്ചിട്ട് മാത്രമേ ഇവിടുത്തെ അടുക്കളയിൽ കയറാൻ പറ്റൂ. ചേട്ടാ ഞാൻ ഒരു ചായ ഇടാൻ പോണതാണ്, അല്ലാതെ അടുക്കളയിൽ സഹസ്രനാമ മറിച്ച് നടത്താൻ പോണല്ല. ആര്? ഞാൻ സീരിയസ് ആയിട്ടാണ് പറഞ്ഞത്. ചേട്ടാ ഞാൻ വൈകുന്നേരം കുളിക്കാറുള്ളൂ. എന്നാൽ ഇനി തൊട്ട് രാവിലെയാണ് കുളി. എൻ്റെ കാല് തൊട്ട് നമസ്കരിക്കൊന്നും വേണ്ട, പക്ഷെ കുളി കഴിഞ്ഞ് പൂജാമുറി കയറിയിട്ട് പോയാൽ മതി. ഈ തണുപ്പത്ത് കുളിക്കാനാ? എൻ്റെ പൊന്നു മോളെ, കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ ഭർത്താവിൻ്റെ അമ്മയെ കൊണ്ട് അടുക്കളയിൽ നിന്ന് ഗെറ്റ് ഔട്ട് അടിപ്പിക്കല്ലേ. നീ പോയി കുളിച്ചേ. ചെല്ലു ചെല്ലു ചെല്ലു. വെൽക്കം ടു ജയ്ദീസ് കിച്ചൺ. മോളെ, ഈ പാലും മുറുക്കും കൊണ്ട് അവന് കൊടു, ഞാൻ ഇത് അച്ഛനും കൊണ്ട് കൊടുത്തിട്ട് വരാം. അതെന്തമ്മ, അവര് വന്ന് എടുക്കൂലേ? അയ്യോ, ആണുങ്ങൾ അടുക്കളയിൽ കയറുന്നത് മോശമല്ലേ? മോളുടെ വീട്ടിൽ അങ്ങനെയല്ലേ? എൻ്റെ ഇവിടെ മോളുടെ വീട്ടിൽ മോളും അമ്മയും മാത്രമല്ലേ ഉള്ളൂ. ഇവിടെ ഇങ്ങനെയാ. പാല് തണുക്കണ മുമ്പ് അച്ഛനും കൊണ്ട് കൊടുക്കട്ടെ, ഇല്ലെങ്കിൽ അത് മതി. ജയന്തി, മോളെ വന്നിരിക്കി. എന്തിനായിട്ട് എല്ലാവരും ഇങ്ങനെ തൊട്ട് വീഴുന്ന? ആഹാരം കഴിക്കുമ്പോൾ സംസാരിക്കരുത് മോളെ, പിൻ ഡ്രോപ്പ് സൈലൻസ് ആയിരിക്കണം. രാവിലെ തൈര് സാധോ? അപ്പച്ചി വിരുന്നിൽ വിളിച്ചോണ്ടിരിക്കാം, നമുക്ക് എന്ന് പോവാം? ഇപ്പൊ പോണോ? ഇപ്പൊ പോണ്ട. പോണ്ടെങ്കിൽ വേണ്ട. പിന്നെ ഇന്ന് വരുമ്പോൾ 1 കിലോ ചിക്കൻ മേടിച്ചിട്ട് വരുമോ? എങ്കിൽ ഞാനൊരു സ്പെഷ്യൽ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കി തരാം. ചിക്കനാ ഈ വീട്ടില്? ഫസ്റ്റ് എടി, ഇവിടെ ഞാൻ ചിക്കൻ കൊണ്ടുവന്നല്ലേ, എന്നെ ചിക്കൻ റോസ്റ്റ് ആക്കി നിനക്ക് തരും എൻ്റെ അച്ഛനും അമ്മയും കൂടെ. അയ്യോ, ഞാൻ നോൺ വെജാ. ചിക്കൻ ഇല്ലാത്തൊരു ലൈഫ് എനിക്ക് ആലോചിക്കാൻ പോലും പറ്റൂല. നിനക്ക് ചിക്കൻ കഴിച്ചാൽ പോരെ? എങ്ങനെ? ഇങ്ങനെ കഴിക്കണം. പിന്നെ എല്ലും പുല്ലും മറ്റു വേസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ കവറിൽ തന്നെ ഇട്ട് വെച്ചിരുന്നാൽ മതി. നാളെ രാവിലെ അച്ഛനും എണീക്കുന്നതിന് മുമ്പ് ഞാൻ കൊണ്ടുപോയി കളഞ്ഞോളാം. സിമ്പിൾ. അപ്പൊ ഇത് സ്ഥിരമാണല്ലേ? +2 വരെ ഞാനും വെജായിരുന്നു. പിന്നെ ഡിഗ്രിക്ക് കയറിയപ്പോഴാണ് ഇതിൻ്റെ രുചി മനസ്സിലായത്. അന്ന് തൊട്ട് തുടങ്ങിയതാണ്. പിന്നെ അടുത്ത ആഴ്ച ലീവ് തരികയല്ലേ, നമുക്ക് എവിടെയെങ്കിലും പോയാലോ? ഹണിമൂൺ എവിടെ പോകണം? കുളു മണാലി പോ. നല്ല തണുപ്പായിരിക്കും. കുളുമണല്ലേ? എടാ, നീ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ യാത്രയല്ലേ ഇത്? എന്നിട്ട് കുളുമണാലിക്കാണോ പോണത്? ആക്ച്വലി ഞങ്ങൾക്ക് തായ്ലൻഡിൽ പോകാനാണ് ഇഷ്ടം, പക്ഷെ ബഡ്ജറ്റ് കുറവ്. അല്ല, ആ ബഡ്ജറ്റ് നിങ്ങൾ തരുകയാണെങ്കിൽ ഞങ്ങൾ തായ്ലൻഡിൽ തന്നെ പോവാം. എടാ മണ്ട, കല്യാണം കഴിഞ്ഞ ആദ്യത്തെ യാത്ര ഇതല്ലാതെ മറ്റേതെങ്കിലും പുണ്യസ്ഥലത്ത് പോകാനാണ് പറയണത്. ഹണിമൂൺ പുണ്യസ്ഥലത്താ? ഞങ്ങൾ അങ്ങനെയാണ് ചെയ്തത്. ആദ്യം ചെയ്യണ ഓരോ കാര്യത്തിനും ഒരു ദൈവീകത ഉണ്ടെങ്കിലേ എല്ലാം നന്നായിട്ട് നടക്കുകയുള്ളൂ. എടാ, നിങ്ങളൊരു കാര്യം ചെയ്യ്, മൂകാംബിക രാമേശ്വരം അയോധ്യ വഴി വാരാണസി പോയി ഒരു ഗംഗാസ്നാനം നടത്തിവാ. അതിന് വല്ല കാശ് വേണമെങ്കിൽ ഞങ്ങളും തരാം. വേണമെങ്കിൽ ഞങ്ങൾ വരാം. ഇതെന്തോന്നു, നമ്മൾ ഗംഗയിൽ ചിതാഭസ്മം ഒഴുക്കാൻ പോണാണോ?
ഇനി നമ്മൾ കുളു മണാലി തന്നെ പോവും. നീ പോസ്റ്റ് ഒന്നും എടുത്ത് ഷെയർ ചെയ്യാതിരുന്നാൽ മതി. തിരിച്ചു വരുമ്പം ഏതെങ്കിലും ക്ഷേത്രത്തിൽ നിന്ന് കുറച്ച് പ്രസാദം വാങ്ങിച്ചു കൊടുത്താൽ മതി. ചോദിച്ച അയോധ്യയിലാണെന്നൊക്കെ പറഞ്ഞു തന്നെ. അപ്പൊ ഗംഗയില് പുണ്യമുള്ളൂ. പൈപ്പ് വെള്ളം. ചേട്ടാ അത് എന്റെ പൊന്നു വെച്ച് ഇവരൊക്കെ പഴയ ആളുകളാണ്. BC 418 ചിന്താഗതിയുള്ളവരാണ്. ഇവിടെ പിടിച്ചിരിക്കണമെങ്കിലേ അല്പം സ്വല്പം തരികിടയൊക്കെ കാണിച്ചേ പറ്റൂ. നിനക്ക് വഴിയേ മനസ്സിലായി. അച്ഛാ, ഞങ്ങൾ അനൂപിൻ്റെ കൂടെ വിരുന്നിന് പോയിട്ട് വരാം. നിന്റെ താലി എവിടെ? അത് ഈ ഡ്രസ്സിൻ്റെ കൂടെ മാച്ച് ആവില്ലമ്മ, അതാ ഇടാത്ത. അതൊരു ഫാൻസി ഐറ്റം അല്ല മോളെ, എന്റെ മോൻ കെട്ടിയ താലിയാണ്. നിന്റെ ഡ്രസ്സിന്റെ ഫാഷൻ അനുസരിച്ച് ഊരാനാണെങ്കിലേ ഇത് കെട്ടേണ്ട കാര്യമില്ലായിരുന്നല്ലോ. നെറ്റിയിൽ സിന്ദൂരവും ഇല്ല. ജയറാം, നിനക്ക് പറഞ്ഞു കൊടുത്തൂടെ? അമ്മ, അതൊന്നും ഇപ്പം അങ്ങനെ ആരും ഇടാറില്ല. ഇതുപോലെ ഫാഷൻ കാണിക്കുന്ന ഓരോ പിള്ളേരെ കാണുമ്പോഴേ കലിയാണ് വരണത്. ഇപ്പൊ അതാ എന്റെ മരുമോളും അതുപോലെ തുടങ്ങി. മോളെ, നിനക്ക് പറയുമ്പോൾ ദേഷ്യം തോന്നിയിട്ട് കാര്യമില്ല. ഇതൊന്നും ശരിയല്ല. എനിക്ക് എത്രേ പറയാനുള്ളൂ. ആര്യ, എടാ, ഉള്ളത് പറയുമ്പോ ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. നീ പറഞ്ഞു മനസ്സിലാക്ക്. അതൊക്കെ കഴിക്കണേ, തൊണ്ടേ കുടുങ്ങും. നിനക്ക് ഇവിടെ കഴിക്കാനൊന്നും കിട്ടാറില്ലേ? ഓ, ഇത്ര നാളായെന്ന് അറിയാമോ വായ്ക്ക് രുചിയായിട്ട് വല്ലതും കഴിച്ചിട്ട്. അവിടെ ഉണ്ടാക്കണമൊന്നും എനിക്ക് ഇഷ്ടപ്പെടാറില്ല. അത് ആദ്യം അങ്ങനെയൊക്കെ തന്നെ, പിന്നെ ശരിയായിക്കോളും. ഒട്ടും പറ്റില്ലമ്മ, അവരുടെ രീതികളൊക്കെ വേറെയാണ്. സത്യം പറഞ്ഞാൽ അവരെ ഫേസ് ചെയ്യാൻ മടിച്ച റൂമിൽ നിന്ന് പുറത്തു പോലും ഇറങ്ങാറില്ല. ഓ, അതൊന്നും വലിയ പുതുമയുള്ള കാര്യമൊന്നുമല്ല. കല്യാണം കഴിഞ്ഞ് പോണ സകല പോകുമ്പോഴും വേറൊരു വീട്ടിൽ ചെല്ലുമ്പോൾ പൊരുത്തപ്പെട്ടു പോകാനൊക്കെ സമയമെടുക്കും. നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യ്. വേറെ ഇപ്പം എന്ത് ചെയ്യേ? ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞാലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറയും. അമ്മ ഇപ്പൊ ഇത് തന്നെ പറയണം. കഴിച്ചിട്ട് പോടി. ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചോളാം അവിടെ ചെന്നിട്ട്. ഞാൻ വരണ വഴിയേ നല്ല ചിക്കൻ ഫ്രൈഡ് അമ്മണം. പിന്നെ ഞാൻ തനിക്കൊരു പാഴ്സലങ്ങ് വാങ്ങി. എനിക്ക് വേണ്ട, ചേട്ടൻ കഴിച്ചോ. അങ്ങനെ പറയല്ലേ, കഴി. എനിക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞാൽ പറ്റൂല, കഴിച്ചേ പറ്റൂ. കഴിച്ചേ. കഴിക്കടോ. ഞാൻ ഇന്ന് അടുക്കള ഒന്ന് വൃത്തിയാക്കിയപ്പോൾ അമ്മ എന്നെ വഴക്ക് പറഞ്ഞു. അമ്മ ഒരു ഓർഡർ വെച്ചിട്ടുണ്ട്, അങ്ങനെ വെക്കാവൂന്ന്. അത് അമ്മ പണ്ടേ അങ്ങനെയാണ്. അമ്മ എന്തെങ്കിലും ഒരു സാധനം ഒരിടത്ത് വെച്ചാൽ അത് അവിടെ തന്നെ ഇരിക്കാം. നീ വിട്. എടാ, നാളെ രാവിലെ ഓഫീസിൽ പോകുമ്പോഴേ ഞാൻ പ്രൊവിഷൻ സ്റ്റോറിൽ ഈ തുണ്ട് കൊടുത്തേക്ക്. ജയന്തി, ഇത് കണ്ട, ഈ വീട്ടിൽ ഇത് ആദ്യമായിട്ടാണ്. ഇത്രയും കാലമായിട്ട് നിനക്ക് നമ്മൾ വെജിറ്റേറിയൻ ആണെന്ന് അറിഞ്ഞൂടെ? വീട്ടിലിരിക്കുന്ന ഇവളെവിടെ പോയി വാങ്ങിക്കാൻ? ഇവൻ ഇത് വാങ്ങിക്കൊണ്ട് കൊടുത്തത്, എന്നിട്ട് നമ്മൾ കാണാതെ ഒളിച്ചിരുന്ന് കഴിക്കുന്നു. ആര്യെ, ഇത്രയും കാലം ഞങ്ങൾ നല്ല രീതിയിലാണ് ജീവിച്ചത്. അവനെ അങ്ങനെ തന്നെയാണ് വളർത്തിയത്. നീയായിട്ട് ഇനി അവനെ നശിപ്പിക്കാൻ നിൽക്കണ്ട. നീ ഇത്രയും കാലം എങ്ങനെ ജീവിച്ചെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഇവിടെ ജീവിക്കുമ്പം ഞങ്ങളുടെ രീതിക്ക് ജീവിച്ചേ പറ്റൂ. നിനക്കും ഇത്രയും കാലം ഇല്ലാത്ത പുതിയ ശീലങ്ങളാണ്. ഞാൻ ചേട്ടനെ നശിപ്പിച്ചെന്നാണ് അച്ഛൻ പറഞ്ഞു വരുന്നത്. അങ്ങനെയെങ്കിൽ അങ്ങനെ. മേലിൽ ഇത് ആവർത്തിക്കരുത്. നില്ലേ, എന്തുവാടാ? കുളുമണാലി പോയിട്ട് അയോധ്യ എന്ന് പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞു പറ്റിക്കായിരുന്നു അല്ല? അമ്പലത്തിൽ പോകാത്ത പോട്ട് പോയെന്ന് പറഞ്ഞ് പ്രസാദവും പുണ്യവെള്ളവും കൊണ്ട് വന്നിരിക്കുന്നു. ദൈവത്തെ വെച്ചാണ് നിന്റെ കളി. അല്ല, അത് പിന്നെ നിങ്ങളറിഞ്ഞ സമ്മതിക്കുള്ളൂ എന്ന് വിചാരിച്ചിട്ടാ. അതുകൊണ്ട് നീ കള്ളം പറഞ്ഞല്ലേ? കല്യാണം കഴിഞ്ഞോട് നീ മഹാകള്ളനായല്ല. കഴിഞ്ഞ ആഴ്ച നീ വീട്ടിൽ ചിക്കൻ കയറ്റി. ഈ പോക്ക് നിനക്ക് ഭയങ്കര ദോഷം ചെയ്യും കേട്ടാ.
എടി ഈ കാര്യം അമ്മ അച്ഛനും അറിയില്ലെന്ന് ഞാൻ നിന്റെ അടുത്ത് നേരത്തെ പറഞ്ഞിരുന്നല്ലേ. ഞാൻ എന്ത് ചെയ്ത? ഈ ബുക്കിന്റെ കഥ നിനക്ക് നേരത്തെ കത്തിച്ച് കളഞ്ഞുകൂടായിരുന്ന? എന്നിട്ട് അവർ കാണുന്നിടത്ത് കൊണ്ടിട്ടിരിക്കും. ഞാൻ മനഃപൂർവ്വം കൊണ്ടിടോ? കള്ളം പറഞ്ഞതോ അത് മറയ്ക്കാൻ വേണ്ടി പ്രസാദം കൊടുത്തതൊക്കെ ചേട്ടനല്ലേ? എന്നിട്ടിപ്പോ ഞാനായ തെറ്റുകാരി? എടി നിനക്ക് കുളു മണാലി പോണോന്ന് പറഞ്ഞോണ്ടാണ് ഞാൻ ഇത്രയും കള്ളങ്ങൾ അവരുടെ അടുത്ത് പറഞ്ഞത്. ഇനി ഞാൻ എന്തെങ്കിലും പറഞ്ഞ് അവരെ വിശ്വസിക്കൂ? നിനക്ക് അല്പമെങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ ഇമ്മാതിരി മണ്ടത്തരം നീ കാണിക്കൂ. കഴുത കഴുത. അതിന് കള്ളം പറഞ്ഞിട്ട് പോയത് നീയല്ലേ? അമ്മ കള്ളം പറഞ്ഞു പോകാനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എന്നിട്ട് പഴി മുഴുവൻ എനിക്കാണ്. നീ ഓരോന്ന് ഒപ്പിച്ച് വെച്ചിട്ടിരുന്ന് കരയല്ലേ ആര്യേ? ഒന്നുകിൽ നീ അവർ പറയും പോലെ കേൾക്കണമായിരുന്നു, അല്ലെങ്കിൽ അത് അവരറിയാതെ നീ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണമായിരുന്നു. ചെന്ന് കയറിയ വീട്ടിൽ ആദ്യമേ അവരെ കൊണ്ട് ഓരോന്ന് പറയിപ്പിച്ചപ്പോൾ സമാധാനം ആയല്ലോ നിനക്ക്. ഓ, അമ്മ ഇപ്പൊ അവരുടെ ഭാഗത്താണല്ലേ? പിന്നെ നമ്മളൊരു വീട്ടിൽ ജീവിക്കുമ്പോൾ അവിടുത്തെ രീതിക്ക് അനുസരിച്ച് ജീവിക്കണ്ടേ? എന്റെ ഭാഗം കേൾക്കാനും നിൽക്കാനൊന്നും ആരും ഇല്ലെന്ന് എനിക്ക് മനസ്സിലായി. ഇത് ഞാൻ ഡീൽ ചെയ്തോളാം. അമ്മ ഫോൺ പോയി. ചുമ്മാ പ്രശ്നം വഷളാക്കല്ലേ ആര്യേ? നീ ഇനി അവിടെ ജീവിക്കേണ്ട കൊച്ചാണെന്നുള്ള കാര്യം മറക്കരുത്. എന്റെയും കൂടെ സൗകര്യത്തിന് ഇവിടെ ജീവിക്കാൻ പറ്റുമോ ഞാൻ നോക്കട്ടെ. ആര്യ, നീ പോയി കുളിച്ചിട്ട് വാ. ഞാൻ ഫ്രഷായി അമ്മ. രാവിലെ വിളിച്ചാൽ എനിക്ക് ജലദോഷം വരും. എൻ്റെ അടുക്കളയിൽ കുളിക്കാതെ കാരണം എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ എനിക്ക് എന്റെ ആരോഗ്യം നോക്കണ്ടേ? നീ എന്ത് ഞങ്ങളോട് വാശി കാണിക്കാനോ? അങ്ങനെയെങ്കിൽ അങ്ങനെ. എന്നാ അങ്ങനെ എൻ്റെ അടുക്കളയിൽ കയറാൻ പറ്റൂല. ഇറങ്ങ്. വേറെ അടുക്കളേ? അതെ, ഒരു ഗ്യാസും സ്റ്റവും എനിക്ക് കുറച്ച് പാത്രങ്ങൾ മതി. ഞാൻ നമ്മുടെ റൂമിൽ എവിടെയെങ്കിലും വെച്ച് കുക്ക് ചെയ്തോളാം. ആര്യ നീ ചുമ്മാ ഇരിക്കും. അവസാനം നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാനാ വന്നു കയറിയ പണ്ട് രണ്ടടുക്കളയാക്കിയെന്ന്. ഞാൻ കാര്യമായിട്ടാണ്. നിങ്ങൾക്ക് ഒരു രീതിയുള്ള പോലെ എനിക്കും എന്റെ രീതികളുണ്ട്. അതനുസരിച്ച് ജീവിക്കാൻ പറ്റും. ഞാൻ നോക്കട്ടെ. ആര്യ നീ വെറുതെ പ്രശ്നങ്ങൾ വഷളാക്കരുതേ. നീ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ എങ്ങാനും അവരറിഞ്ഞോണ്ടല്ല, പിന്നെ ഇനി അത് മതി. നിങ്ങക്ക് പറ്റോ ഇല്ലയോ അത് അറിഞ്ഞാ മതി. പറ്റൂല. ആരെയെ വിളിച്ചില്ലേ? കൊച്ചു കുട്ടിയൊന്നും അല്ലല്ലോ, വിശക്കുമ്പോൾ ഒന്ന് കഴിച്ചോളൂ. രാവിലെ അടുക്കളയിൽ നിന്ന് ഇറക്കി വിട്ടതിൻ്റെ പിണക്കം കാണിക്കുന്നതായിരിക്കും. നമുക്ക് ഒന്നുകൂടി ആലോചിച്ചിട്ട് ഈ കല്യാണം നടത്തിയാൽ മതിയായിരുന്നു. ഒത്തിറങ്ങി പോണ ടൈപ്പ് അല്ല ഇവിടെ. എന്തേ സാർ ഓർഡർ? ആര് ഓർഡർ ചെയ്ത്? ഞാനാ ഓർഡർ ചെയ്ത്. നിക്കേ, ഇത് വെജാണോ? അല്ല. വെജ് അല്ലെങ്കിൽ ഈ വീട്ടിൽ കഴിക്കാൻ പറ്റില്ല. എങ്കിൽ ഞാൻ പുറത്തു വല്ലതും പോയിരുന്നു കഴിച്ചോളാം. ആര്യ നിക്ക്, ഞാൻ ജയറാമനും നിന്റെ അമ്മയും വിളിച്ചിട്ടുണ്ട്. അവർ വന്ന് ഇതിനോട് തീരുമാനം എടുത്തിട്ട് നീ അകത്തോട്ട് പോയാൽ മതി. നീ ഒരു പെണ്ണാണ്, അതിൻ്റെ അടക്കം ഒതുക്കം വേണം. ആര്യ നിക്ക്, എടി നിന്നോടല്ലേ നിൽക്കാൻ പറഞ്ഞേ? അവളവിടെ. ആര്യ, ആര്യ, ആര്യ എന്താ നിന്റെ കുഴപ്പം? എന്ത് കുഴപ്പം? എനിക്കൊരു കുഴപ്പമില്ല. നീ നാട്ടുകാരെ കൊണ്ട് പറയിക്കോടി. ഞാൻ എന്ത് ചെയ്തെന്ന്? നീ ഒന്നും ചെയ്തില്ലേ? പിന്നെ ഞങ്ങൾ കള്ളം പറഞ്ഞാണോ? കുളിക്കാതെ അടുക്കളയിൽ കയറാൻ പറ്റില്ല എന്ന് അമ്മ പറഞ്ഞു. രാവിലെ കുളിച്ച അസുഖം വരുന്നതുകൊണ്ട് ഞാൻ കുളിച്ചില്ല, അടുക്കളയിലും കയറിയില്ല. വേറൊരു അടുക്കള സെറ്റ് ചെയ്ത് തരാൻ പറഞ്ഞപ്പോൾ ചേട്ടനെ സമ്മതിച്ചില്ല. വേണ്ട, അപ്പൊ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ഫുഡ് മേടിച്ച് ഇനി ഇവിടെ ഇരുന്ന് കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പുറത്തു ഇരുന്ന് കഴിച്ച്. അതിനെന്താണ് തെറ്റ്? കേട്ടല്ല, ഇനി ഞങ്ങൾ എന്ത് ചെയ്യണം? ഇതൊന്നും ഇവിടെ പറ്റൂല. ആര്യ എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. അതെ, ആ പരിധി വിട്ടാണ് ഞാൻ നിൽക്കുന്നത്. അവള് നിൽക്കുന്ന നില കണ്ട. ഇങ്ങനെയാണോ നിങ്ങൾ അവളെ പഠിപ്പിച്ചു വിട്ടത്? എന്റെ മോൻ നിൽക്കുന്ന നില കണ്ടില്ലേ? നിങ്ങളും ഇങ്ങനെയാണോ മോനെ പഠിപ്പിച്ചു വിട്ടത്? അവനെ നല്ല രീതിയിലാണ് വളർത്തിയത്. നീ വന്നിട്ടാണ് അവൻ വഷളായത്. എന്നാ കേട്ടോ, എന്റെ വീട്ടുകാരെ ഒളിപ്പിച്ച് ഞാൻ ഇതുവരെ ഒരു കാര്യവും ചെയ്തിട്ടില്ല. എന്നാൽ നിങ്ങളുടെ രണ്ടുപേരുടെ പുന്നാര മോനുണ്ടല്ലോ, അറിവായ കാലം തൊട്ട് നിങ്ങൾ ചേർന്ന് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒളിച്ചും പാത്തും ചെയ്യുന്നുണ്ട്. എന്തോടാ അവള് പറയണത്? വെറുതെ ചേട്ടൻ്റെ അടുത്ത് ചൂടാവാൻ നിൽക്കേണ്ട അച്ഛ. അത് നിങ്ങളുടെയും കൂടെ തെറ്റാണ്.
അനാവശ്യ ചിട്ടയും വെട്ടമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആരായാലും ഇതൊക്കെ ചെയ്തു പോകും. 30 വർഷം നിങ്ങളുടെ കൂടെ താമസിച്ച മോനെ നിങ്ങളുടെ രീതികൾ ഫോളോ ചെയ്യാൻ പറ്റില്ല. പിന്നെയാണോ കയറി വന്ന് 30 ദിവസം പോലും ആവാത്ത എനിക്ക്? ആരും ഒന്ന് മതിയാക്ക്. അമ്മ ഒന്ന് മിണ്ടായിരി. അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് പെൺമക്കളെ ഉപദേശിക്കുന്ന നിങ്ങളെ പോലുള്ള അമ്മമാരെ വേണം ആദ്യം പറയാൻ. എൻ്റെ അടുത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറയാറുണ്ടല്ലോ. നിങ്ങൾ ആരെങ്കിലും എനിക്ക് വേണ്ടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാറുണ്ടോ? 10-25 കൊല്ലേ ഞാൻ ചെയ്ത് ശീലിച്ച കാര്യങ്ങളും കഴിച്ച് ശീലിച്ച ആഹാരമൊക്കെ മറന്ന് താലി കെട്ടി അന്ന് തൊട്ട് വന്ന് ഏറിയ വീട്ടിലുള്ളവരെ പോലെ ജീവിക്കണമെന്ന് പറയുന്നത് എവിടുത്തെ ന്യായമാണ്? അതിന് നിന്റെ അടുത്ത് ഞങ്ങൾ തെറ്റായിട്ടൊന്നും ചെയ്യാൻ പറഞ്ഞില്ലല്ലോ. മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തിൽ കൈ അടത്തുന്നത് തെറ്റാണ് അമ്മ. എന്തിടണം എന്ത് കഴിക്കണം എന്നുള്ളതൊക്കെ എൻ്റെ ബേസിക് നീഡ്സ് ആണ്. അതുപോലും നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാമെന്ന് പറഞ്ഞാൽ ശരിയാണ്? ജനിച്ച തൊട്ട് ഒരു കൾച്ചറിൽ ജീവിച്ചിട്ട് പെട്ടെന്ന് ഒരു ദിവസം ഭർത്താവിന്റെ കൾച്ചർ അഡോപ്റ്റ് ചെയ്യാൻ പറഞ്ഞ ബുദ്ധിമുട്ടാണ്. വലത് കൈയിൽ എഴുതി ശീലിച്ച നിങ്ങളോട് നാളെ തൊട്ട് ഇടത് കൈയിൽ മാത്രമേ എഴുതാവൂ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ആ അവസ്ഥ എനിക്കും. ഇന്ന് ഞാൻ ചെയ്തൊക്കെ കരുതി കൂട്ടി തന്നെ ചെയ്തതാണ്. ഒരു ദിവസം ഞാൻ എൻ്റെ രീതിക്ക് ജീവിച്ചപ്പോൾ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ ചേട്ടാ, നിങ്ങൾക്ക് എന്നെ ഞാനായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ എനിക്കിവിടെ ജീവിക്കാൻ പറ്റുള്ളൂ. ബാക്കിയൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം. കല്യാണം കഴിഞ്ഞ എല്ലാ പെൺകുട്ടികളും ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ചാലഞ്ചാണ് ഭർത്താവും ഭർത്താവിൻ്റെ വീട്ടുകാരും അവരുടെ ചിട്ടകളുമായിട്ട് അഡാപ്റ്റ് ചെയ്യുക എന്നുള്ളത്. വീട്ടിൽ വന്നു കയറുന്ന മരുമകൾ സ്വിച്ചിട്ട പോലെ അവരുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും രീതികളും ഒക്കെ മാറ്റിവെച്ച് ഇനി മുതൽ ഭർത്താവിൻ്റെ വീട്ടുകാരുടെ സ്റ്റൈലിൽ ജീവിക്കണമെന്ന് വാശി പിടിക്കുന്നത് ഒരിക്കലും ശരിയായ ഒരു അപ്രോച്ചല്ല. പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്കിത് കംപ്ലീറ്റ്ലി ഒരു പുതിയ സ്ഥലമാണ്. അവർക്ക് ഈ വലിയ മാറ്റം ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാത്ത രീതിയിൽ കംഫർട്ടബിൾ ആക്കേണ്ടത് നിങ്ങളാണ്. വിവാഹം കഴിഞ്ഞ് പെൺമക്കൾ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നത് പോലെ പെൺകുട്ടിക്ക് വേണ്ടി ഭർത്താവിൻ്റെ വീട്ടുകാരും അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാവണം. അവളുടെ ഇഷ്ടങ്ങളും ഭക്ഷണവും രീതികളൊക്കെ മനസ്സിലാക്കാനും ശ്രമിക്കണം. ഇവിടെ രണ്ടു കൂട്ടരും പരസ്പരം മനസ്സിലാക്കാനും അഡ്ജസ്റ്റ് ചെയ്യാനും തയ്യാറായാൽ മാത്രമേ ആ കുടുംബത്തിൽ എല്ലാവർക്കും സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കൂ. എല്ലാവർക്കും ഒത്തിരി സന്തോഷം നേർന്നുകൊണ്ട് താങ്ക് യു. കല്യാണം കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്ന ചാലഞ്ചസ് എന്തെല്ലാമാണെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. വന്നു കയറുന്ന മരുമകൾ എല്ലാ കാര്യങ്ങളിലും അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറയുന്ന രീതി ഇനിയെങ്കിലും മാറാം. തീർച്ചയായും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. SK ടോക്സിൻ്റെ ഓരോ വീഡിയോസും മിസ് ചെയ്യാതെ കാണാൻ SK ടോക്സിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. SK ടോക്സിൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. നിങ്ങളും ഒരു ചേഞ്ച് മേക്കർ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ SK ടോക്സിൻ്റെ ഒഫീഷ്യൽ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. താങ്ക് യു. ഉയർന്ന നിലവാരമുള്ള നിലക്കടല എണ്ണ മന്ത്ര ഗ്രൗണ്ട്നട്ട് ഓയിൽ ഇതേ നൽകുന്നു.